ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് മട്ടൻ കറി നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 600 ഗ്രാം മട്ടൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് വേവിക്കണ്ട കേട്ടോ, ഇതൊരു 50-60% ഒക്കെ വേവിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചൊറുക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോ കുക്കറിൻ്റെയും വേവ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ 60% മട്ടൻ വെന്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ മട്ടൻ കറി റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഫെനൽ സീഡ്. ഇനി ഞാൻ ഇതിലേക്ക് ഇതുപോലെയുള്ള ചെറിയ 3 പീസ് പട്ട, കറുകപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 7 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാതിക്കാക്കുരുവിൻ്റെ ചെറിയ പീസാണ് കേട്ടോ ഇത്, അതോടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മസാലയൊക്കെ പൊടിക്കുമ്പോൾ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഗരം മസാലയ്ക്ക്. 1 ബേ ലീവ്സ്, 8 കരയാമ്പൂ. ഇനി നമുക്ക് ഫൈനായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ, 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്, ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 25 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കുരുമുളക്. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത കപ്പലിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊണ്ടയ്ക്ക് കളഞ്ഞ കപ്പലിൻ്റെയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി, ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ അരിഞ്ഞു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മട്ടൺ 60% ഒക്കെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇത് നമ്മൾ മസാലക്കൂട്ടിലിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 60% വേവിച്ചാൽ മതി എന്ന് പറഞ്ഞത്. കുക്കറിലാവുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളച്ച് നന്നായിട്ട് വെന്താൽ മാത്രമേ മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന മട്ടൻ്റെ വേവിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കറിൻ്റെ വലിപ്പത്തിലൊക്കെ മട്ടൻ്റെ വേവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 200 ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മട്ടൻ കറിയിൽ ഫുള്ളായിട്ട് ഉള്ളി തന്നെ ചേർക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഞാൻ പിന്നെ ഉള്ളി നന്നാക്കാനുള്ള കുറച്ച് മടിയൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അതായത് അതിനനുസരിച്ചുള്ള ഒരു വലിയ സവാള കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ മട്ടനിലേക്ക് 450 ഗ്രാം ഉള്ളിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഉള്ളി ചേർത്തിട്ട് മട്ടൻ കറി വെക്കുമ്പോൾ. അപ്പോൾ ഉള്ളി നന്നാക്കാനായിട്ട് മടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളി തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ 200 ഗ്രാം ഉള്ളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സവാള, അതായത് ഈ ഒരു വലുപ്പത്തിൽ നല്ല തിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇത്, അതുകൂടെ എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് ഈ കറിക്ക് കൂടുതൽ ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ പിന്നീടും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാളയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റാം. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇവയോടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതൊക്കെ ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഉള്ളിയൊക്കെ നല്ല കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണിത്. പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചല്ലോ ഗരം മസാല, അതിൽ നിന്ന് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറിനെയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ വഴന്നുവരാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തത്. അതിനുശേഷമാണ് ഞാൻ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രേവി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഏകദേശം ഒരു 35-40 മിനിറ്റൊക്കെ അടുപ്പത്ത് കിടന്ന് ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് എരിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക്. ഇനി ഈ കറി പാനിൽ കിടന്ന് നന്നായിട്ട് കുറുകി വറ്റി വരണം കേട്ടോ. ഏകദേശം ചെറിയൊരു തിക്ക് ഗ്രേവി ആകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതുവരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ കറി വറ്റി വരാനായിട്ട് ഏകദേശം 40 മിനിറ്റ്. അതുപോലെ തന്നെ നമുക്ക് മട്ടൻ വേവുകയും ചെയ്യണം കേട്ടോ. നമ്മൾ ഏകദേശം 60% ഒക്കെ അല്ലേ വേവിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറി നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ ആവും കേട്ടോ നമ്മുടെ കറിക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മട്ടൻ കറിക്ക്. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകൂടെ നമുക്കിതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറി എനിക്ക് റെഡി ആയിട്ട് വരാനായിട്ട്. നമ്മളിതിലേക്ക് കപ്പലണ്ടിയൊക്കെ ചേർത്ത് തേങ്ങാക്കൂട്ടൊക്കെ മിക്സ് ചെയ്തൊരു കറി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ തിക്കായിട്ടുള്ള ഗ്രേവിക്കും അതുപോലെ തന്നെ മട്ടനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.